എത്ര കൊല്ലം ഒരു പ്ലെയറിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും? നമ്മുടെ ഒരു ശരീരത്തിന് ഇത്ര ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 43 വയസ്സ് വരെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡിങ് ഗെയിമിൽ നിൽക്കുക എന്നുള്ള എളുപ്പമല്ല. ഇപ്പോഴും നമ്മൾ കണ്ടു 16 ബോളിന് 30 റണ്ണിൽ അടിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാച്ച് വിന്നർ ആവാൻ സാധിക്കില്ല. സഞ്ജു സാംസൺ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അയാൾക്കൊരു സഞ്ജു സാംസണോ ശ്രേയസ് അയ്യർ ആവാൻ പറ്റുന്നില്ല? ഋഷഭ് പന്തിന്റെ പ്രൈസ് ടാഗും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഫസ്റ്റ് 2 മാച്ചിലും പ്രകടനം വൈസ് പന്ത് ഭയങ്കര പുറകിലാണ്. 26 കോടി രൂപ 27 കോടി രൂപ കൊടുത്ത് വന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം. ആദ്യത്തെ മത്സരങ്ങളിൽ കണ്ട പന്ത് ആവശ്യമില്ലാത്തൊരു സ്ട്രോക്ക് കളിച്ചാണ് അവിടെ. പന്തിനെ സംബന്ധിച്ചിട്ടുള്ള 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഈ ഇഞ്ചുറി നിറക്കേണ്ട ഒരു ബ്രേക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ചെന്നൈയുടെ പ്രകടനം മോശമാകുമ്പോഴാണ് ചെന്നൈക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം. ഇപ്പോൾ 2020 സീസൺ അങ്ങനെ ചെന്നൈ പ്ലേ ഓഫിൽ കിടക്കാതെ ഇരുന്നപ്പോഴാണ് ഋതുരാജിന് ചാൻസ് കൊടുക്കുന്നതും ഋതുരാജ് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് വരുന്നതൊക്കെ. അപ്പോൾ ശരിക്കും ഈ ഫാൻസർ പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ ധോനി അടുത്ത സീസൺ കൂടെ കളിക്കാൻ ഇടയിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ധോനിനോടുള്ള ക്രേസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ഓപ്ഷൻ ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ല ചെന്നൈക്ക് ഒരു മൊത്തം റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ആ സ്ട്രാറ്റജിയിലേക്ക് തിരിച്ചു പോയി. പക്ഷെ ഇവഞ്ച്വലി അവർക്ക് കിട്ടിയ പ്ലേയേഴ്സ് ഇങ്ങനെയായി. ഈ ശരിക്കും അത് എത്രമാത്രം ക്രൂഷ്യലാണ് ഈ അടുത്ത വരും സീസണുകളിലൊക്കെ ചെന്നൈക്ക് വിത്തൗട്ട് ധോനി തിങ്ക് ചെയ്യുമ്പോഴത്തെ. അതാണ് പറഞ്ഞത്. കാരണം എത്ര കൊല്ലം ഒരു പ്ലെയറിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും? നമ്മുടെ ഒരു ശരീരത്തിന് ഇത്ര ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 43 വയസ്സ് വരെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡിങ് ഗെയിമിൽ നിൽക്കുക എന്നുള്ള എളുപ്പമല്ല. ഇതിനു മുമ്പ് തന്നെ പലപ്പോഴും സർജറി എല്ലാം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റ്നസ് ലെവൽസിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോഴും കളിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കണ്ടു 16 ബോളിന് 30 റണ്ണിൽ അടിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാച്ച് വിന്നർ ആവാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ നോക്കുന്ന ഒരു എൻഡ് ഓവേഴ്സ് കളിക്കുന്ന ആരും ഫിനിഷർ ആയിരിക്കണം, കളി തിരിക്കാൻ പറ്റണം. നോക്കുന്നത് പഴയ ധോണിയല്ല, പുതിയ റിങ്കു സിങ്ങിനെയാണ്. അങ്ങനെ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ടാലൻറ്റ് സ്കോഴ്സ് പോയിട്ട് ഉള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കണം. അവിടെ ചെന്നൈക്കൊരു ഇത് പറ്റുന്നുണ്ട്. അവർക്ക് പുതിയ അവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് അവരൊരു സെറ്റ് പാറ്റേൺ, ഒരു ചിന്ത, ഞങ്ങളുടെ ഹോം മാച്ചസ് ജയിക്കുക, അവരൊരു സ്ട്രാറ്റജി അനുസരിച്ചിട്ടേ അവർ പോകുന്നുള്ളൂ. അല്ല ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്കൊരു ധോണി തന്നെയാണ് പണ്ട് ജോഗേന്ദ്ര ശർമ്മയെ കൊണ്ട് അവസാനത്തെ ഓവർ അറിയിച്ചത്. ഈ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. അതാണ് പ്രോബ്ലി ഒരു ഇത് വരുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലക്നൗ സൂപ്പർ ജയൻസിന്റെ പുതിയ ബോളേഴ്സാണ്, നമ്മളാരും കേൾക്കാത്ത ബോളേഴ്സാണ്. ബട്ട് ദേ ആർ പെർഫോമിങ് വെരി ഇല്ലേ? എന്തുകൊണ്ടത് സാധിക്കുന്നു? അത് അതൊരു ഇൻസ്പയർഡ് ചോയ്സ് ആണ്. ചിലപ്പോൾ പാളിപ്പോയേക്കാം അല്ലേ? പക്ഷെ ആ ഒരു ഗട്ട്സ് കാണിച്ചാലേ കളിക്കാർക്ക് അവസരം കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ചിലപ്പോൾ ആ ഒരു കളി നന്നായി വരുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, ഈ ലെഫ്റ്റ് ആം റിസ്പിൻ എന്ന് പറയുന്നത് ചൈനാമൻ. പണ്ടത് കേട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം ഇത് വന്നത്? ഇതിന് പോപ്പുലാരിറ്റി കിട്ടി ഇത്രയും കളിക്കാർ എന്തുകൊണ്ട് വരുന്നു? ഒന്ന്, കുൽദീപ് യാദവിനെ പോലൊരു ബോളറും സക്സസ്ഫുൾ ആവുന്ന കാണുന്നുണ്ട്. 2, IPL T20 ഫ്രാഞ്ചൈസീസ് അവർക്കറിയാം ഒരു ഷോക്ക് ഫാക്ടർ ആവശ്യമുണ്ട്. കാരണം സ്ഥിരമായിട്ട് കളിക്കുന്ന ഫാസ്റ്റ് ബോളേഴ്സ് അല്ലെങ്കിൽ ആ സാധാരണ തിരിയുന്ന ബോളേഴ്സോ പോരാ, ഇപ്പോൾ ഒരു ഷോക്ക് ബോളർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ 100 എന്നുള്ളൊരു ബോളറിന് 10 കോടി രൂപ കൊടുത്ത് എടുക്കുന്നത്. അത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ റിസ്പിനിലേക്ക് എടുക്കുന്നത്. യങ്സ്റ്റേഴ്സ് കൂടുതൽ വരുന്നത് എന്താ, ഇതെറിഞ്ഞാൽ എനിക്ക് കയറിപ്പോകാൻ അവസരമുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എപ്പോഴും ആവശ്യമാണ്. എന്നാൽ മാത്രമേ IPL ഒരു നോവൽറ്റി അല്ലെങ്കിൽ T20 ഒരു നോവൽറ്റി നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഇത്. അപ്പൊ ചെന്നൈ അതുപോലുള്ളൊരു സ്റ്റെപ്പ് ആവശ്യമുണ്ട്. ആക്ച്വലി ഈ ഓപ്ഷന് മുമ്പായിട്ട് പറയുന്നുണ്ടായിരുന്നു സഞ്ജു സാംസൺ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഋഷഭ് പന്തിനെ പറഞ്ഞ ഓപ്ഷൻ ബാറ്റിലും നോക്കിയിട്ടുണ്ടായിരുന്നു. ശ്രേയസ് അയ്യർ. ശരി, അവർക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിനെ എപ്പോഴും ഒരു ചോയ്സ്ലി ഭയങ്കര ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് പ്ലെയർ. പക്ഷെ ഋതുരാജ് ആ ലെവലിലേക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സമയം കൂടെ ആണല്ലോ ഇത്. അപ്പാർട്ട് ഫ്രം ധോനി അതെ, അത് ആവശ്യമാണ്. കാരണം ഈ പറഞ്ഞ പ്ലെയേഴ്സ് ഋഷഭ് പന്ത് ആയാലും ശരി, സഞ്ജു സാംസൺ ആയാലും ശ്രേയസ് അയ്യർ ആയാലും ശരി, ഇവരെല്ലാവരും അവരുടെ പെർഫോമൻസ് അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷത്തിനുള്ള. സഞ്ജുവിൻ്റെ തന്നെ നമുക്ക് നോക്കാം അല്ലേ? സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാകുമ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിരമാങ്കോ ഇതൊന്നും അല്ല. കഴിഞ്ഞ വർഷം അത് ആവുന്നുള്ളൂ. പക്ഷേ സഞ്ജു ആ ടോപ്പ് ഓർഡറിലേക്ക് ഒന്ന് കൺസ്റ്റൻ്റ് ആയിട്ട് റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ക്ലൂസീവ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. ഋതുരാജ് ഗെയ്ക്വാഡ് ഇതുവരെ ആ ലെവലിലേക്ക് എത്തിയില്ല. അതും ഒരു ചാമ്പ്യൻ സൈഡാണ് ചെന്നൈ. രാജസ്ഥാൻ ഇതുവരെ ജയിച്ചിട്ടില്ല. ചാമ്പ്യൻ സൈഡ് മാത്രമല്ല, ഏറ്റവും പവർഫുൾ ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഋതുരാജ് ഗെയ്ക്വാഡ് ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ വളരെ പോയിന്റ് ആയ ഒരു പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഇത് ട്രാൻസിഷൻ വരാത്തൊരു പ്ലെയറിനെ കൊണ്ട് സൈഡ് എത്ര ആളെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ ലെവലിലേക്ക് ഒരു വലിയൊരു അവസരം ഋതുരാജ് ഗെയ്ക്വാഡിന് കിട്ടുന്നത്. അയാൾക്ക് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് കിട്ടുന്നുണ്ടത്? ചെന്നൈമാരെ സൈഡിനെ ലീഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അയാൾക്കൊരു സഞ്ജു സാംസണോ ശ്രേയസ് അയ്യർ ആവാൻ പറ്റുന്നില്ല? ചിലപ്പോൾ അവിടെ ആയിരിക്കും ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രില്യൻസ് ആൻഡ് വെരി ഗുഡ് നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ ഇയാൾ ചിലപ്പോൾ വെരി ഗുഡിൽ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ക്യാപ്റ്റൻസി വൈസ് ഗുഡ് ആണ്, ബോൾ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ
ആ ഒരു സ്പാർക്കില്ല, സ്പാർക്ക് ആ ഒരു സ്പാർക്കാണ് ഫസ്റ്റ് മാച്ച് കാണിച്ച ഒരു ബ്രില്യൻസും ഈ പറഞ്ഞ അതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ഇത് ഇവിടെ കാണുന്നില്ല. അപ്പൊ ആ ഒരു കുറവാണ് ഇവിടെ വരുന്നത്. അപ്പൊ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മെയിൻ ബാറ്റ്സ്മാൻ എന്ന നിലയ്ക്ക്, ഇപ്പോൾ ടോപ്പ് ഓളിൽ ആളെന്ന നിലയ്ക്ക് കളി ജയിപ്പിക്കണം. കഴിഞ്ഞ മാച്ച് പറ്റിയില്ലോ, ആറാറായിട്ടുള്ള മത്സരത്തിൽ ജയിപ്പിക്കാൻ പറ്റിയില്ലോ. അതാണ് ഒരു ഇത് വരുന്നത്. ശ്രേയസ് അയ്യരാണ് ജയിപ്പിച്ചത്, നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു അവസാനം വരെ നിന്നിട്ട് 97 നോട്ട് ഔട്ടിലാണ് പോയത്. എൻ്റെ സെഞ്ചുറിയല്ല, ഇതൊന്നും അല്ല. പക്ഷെ ആ സെഞ്ചുറി അടിക്കാതിരുന്ന ഡിഫറൻസ് ആണ് ടീമിന്റെ വിജയം. അത് ഋതുരാജിന് എത്താൻ സാധിച്ചിട്ടില്ല. അത് എത്തണം. എത്തിയാൽ മാത്രമേ അയാൾക്ക് ജസ്റ്റിഫൈ, ഈ അയാളുടെ വെച്ചിട്ടുള്ള ആത്മവിശ്വാസം ജസ്റ്റിഫൈ ആണെങ്കിൽ he should reach that. ഈ ഋഷഭ് പന്തിന്റെ പ്രൈസ് ടാഗും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഫസ്റ്റ് 2 മാച്ചിലും പ്രകടനം വൈസ് പന്ത് ഭയങ്കര പുറകില്ല. പക്ഷെ എന്നാൽ പോലും വലിയ പ്രതീക്ഷ ലക്നൗ സൂപ്പർ ജയൻസിന് പന്തിന്റെ ആദ്യം മേലുണ്ട്. പന്തിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി സീസൺ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രൈസ് ടാഗ് എപ്പോഴും IPL ഭയങ്കര ഒരു ഭയങ്കര എക്സ് ഫാക്ടർ കൂടെയാണല്ലോ. കാരണം ഇഷാൻ കിഷാൻ അവിടെ നിന്ന് റിലീസായി കുറച്ചുകൂടെ ചെറിയ പ്രൈസ് ടാഗിന് ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് മാച്ച് സെഞ്ചുറി അടിച്ചു. അപ്പോൾ ഈ പ്രൈസ് ടാഗ് ശരിക്കും പ്ലേയേഴ്സിന് ഭയങ്കരമായിട്ട് ഒരു ആവുമല്ലോ, ഇറ്റ് പ്ലേ ഓൺ ദിയർ മൈൻഡ്. കാരണം എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്, ഇത്ര 26 കോടി രൂപ 27 കോടി രൂപ കൊടുത്ത് വന്നിട്ട് ഇവർ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം. അത് ബാക്കിയുള്ളവർ ചോദിക്കാനോട് തനിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, ഐ ഡൂയിങ് ഇനഫ് എന്നുള്ളത്. പന്തിനെ സംബന്ധിച്ചിട്ടുള്ള 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഈ ഇഞ്ചുറി നിരക്കുമായിട്ട് ഒരു ബ്രേക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഏത് മനുഷ്യനായാലും ഒരു ബ്രേക്ക് ആവശ്യമാണ്. പക്ഷേ ഇത്രയ്ക്കധികം പൈസ കിട്ടി വരുമ്പോൾ ബ്രേക്കിനുള്ളൊരു ചിന്തിക്കാനേ പറ്റില്ല. 2, ഈ ബാറ്റിംഗ് ലൈനപ്പിൽ 2 സൈഡിൽ നിന്നും വെടിക്കെട്ട് പറ്റില്ല. നിക്കോളാസ് പൂരൻ ഹാസ് ബീൻ ഇൻ ട്രമൻഡസ് ഫോം അല്ലേ, ആ ഒരു 1 ഡൗൺ 2 കളിച്ച 2 മത്സരങ്ങളിലും. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ മത്സരങ്ങളിൽ കണ്ട പന്ത് ആവശ്യമില്ലാത്തൊരു സ്ട്രോക്ക് കളിച്ചാണ് അവിടെ. പന്തിന് സെക്കൻഡ് ഫീൽഡിൽ കളിച്ചിട്ടുള്ള ശീലമില്ല. അപ്പോൾ ഇതെല്ലാം അതിൽ ഫാക്ടേഴ്സാണ്. പന്ത് കുറച്ച് സബ്ഡ്യൂഡാണ്. കണ്ട 2 മത്സരം പന്തിൻ്റെ പെർഫോമൻസ് സബ്ഡ്യൂഡായിരുന്നു. അത് തുടക്കം മാത്രമാണ്. ഇറ്റ് മേ ഇംപ്രൂവ് ആസ് വി ഗോ അലോൺ. പക്ഷേ ഇത് തീർച്ചയായിട്ടും, പക്ഷേ ശ്രേയസ് അയ്യർ ഇത്രയധികം നല്ല പൈസ കൊടുത്ത് പോയതാണ്, അയാളുടെ പെർഫോമൻസ് നന്നാവുകയും ചെയ്തു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലും ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ഹീസ് റീച്ചിങ് എ പീക്ക് ആസ് എ ബാറ്റ്സ്മാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യക്ക് കളിക്കുമ്പോഴും കണ്ടു, ഹി ഹാസ് ബീൻ ഇംപ്രൂവിങ്. വേൾഡ് കപ്പ് തൊട്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നോക്കുകയാണെങ്കിൽ അതായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ട ട്രോഫി വെച്ച ക്യാപ്റ്റനല്ലേ, എന്നിട്ട് അവർ റീറ്റെയിൻ ചെയ്തില്ല. അത് പറഞ്ഞ വാല്യൂഡ് മോർ അല്ലെങ്കിൽ അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായി, പല ഇഷ്യൂസും വരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അയാളുടെ വില ഇപ്പൊ പഞ്ചാബ് കിങ്സും മനസ്സിലാക്കുന്നുണ്ട് ഈ തുടക്കത്തിൽ കണ്ട പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇറ്റ് ഇസ് സ്റ്റിൽ ഏർലി. ഞാൻ പന്തിന് കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല, പന്തിന് കഴിവുണ്ട്. എല്ലാ ഇത് ബോക്സിന് ടെക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഹി വിൽ കം ഗുഡ് എന്ന് തന്നെയാണ് എൻ്റെ. ഈ കുറച്ചധികം പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് റൗണ്ടിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബിൻ്റെ പ്രിയാൻഷ് ആര്യൻ, അല്ലെങ്കിൽ വിഘ്നേഷ് പുത്തൂർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദിഗ്വേഷ് റാത്തി, വിപ്രാജ് നിഗം. അപ്പോൾ ഈ ശരിക്കും ഈ IPL കുറച്ചുകൂടി ഇമ്പാക്ട് സബും അല്ലെങ്കിൽ എല്ലാം കൂടെ വന്നപ്പോൾ ഈ ട്രസ്റ്റഡ് പ്ലേയേഴ്സിനെയൊക്കെ ബെഞ്ചിലിരുത്തിയാണ് പല പ്ലേയേഴ്സിന് ഡെബ്യൂ കൊടുത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത മനീഷ് പാണ്ഡ്യൻ അടക്കം ബെഞ്ച് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിലും സീനിയർ താരങ്ങൾ ബെഞ്ചിലുണ്ട്, പഞ്ചാബിലാണെങ്കിലും അത്തരത്തിലുള്ള ഇതുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഇന്ത്യൻ പ്രീമിയർ ലീഗ് കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിന് ഓപ്പൺ ഫോർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു സ്കീമിലേക്ക് മാറിയിട്ടുണ്ടല്ലോ ഈ ഒരു 2 സീസണായിട്ട്. അതുകൊണ്ട് ഒരു ഗ്രാജുവൽ ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യങ്സ്റ്റേഴ്സ് ആർ ട്രമൻഡസ്ലി കേപ്പബിൾ, അതിൽ യാതൊരു സംശയമില്ല. മുതൽ അവരെ കൊണ്ടുവരുന്നത് ടാലൻറ്റ് സ്കൗട്ട്സ് എല്ലാം വഴി എടുത്തുകൊണ്ട് വരുമ്പോൾ അവർ വളരെ റോ ആയിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവർക്ക് ഈ ഒരു ഇതിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ വിഘ്നേഷ് പുത്തൂരിൻ്റെ കാര്യം തന്നെ നോക്കുക. സൗത്ത് ആഫ്രിക്കയിലേക്ക് വിട്ടു, അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ കളിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു എൻവയറമെൻറ്റിൽ ബ്ലോസമിയെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു സൈഡിൽ പൈസ പ്രശ്നമില്ല. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ട്, ജോലി വേണം, പഠിക്കണം, ജോലി വേണം, അതിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കണം, എവിടെ എത്തുന്നുള്ള ആകാംക്ഷകളൊക്കെ മാറ്റി വെച്ച് മുമ്പിലേക്ക് പോകാനായിട്ട് ഇത് ചെയ്യുന്നു. 2, ഈ വരുന്നവരൊക്കെ ഈ പിള്ളേരെല്ലാം ഭയങ്കര ആത്മവിശ്വാസമുള്ളവരാണ്. അപ്പോൾ അവർ ആ ഏജിൽ അവർക്ക് എന്ത് ചെയ്ത് ചെയ്യുന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസം. റിങ്കു സിംഗ് ആണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. 30 റൺ ഒരു ഓവർ എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് മിക്കവാറും എല്ലാവരും വിചാരിക്കും. എനിക്ക് സാധിക്കുന്നു പറഞ്ഞ് 6 അടിക്കുന്ന ബാറ്റ്സ്മാൻമാരെ പറ്റിയൊക്കെ ഈ ജനറേഷനെ പറ്റുള്ളൂ. ഒരു തലമുറ മുമ്പുള്ള ഒരാളാണെങ്കിൽ അത് ചിലപ്പോൾ വിട്ടുകളഞ്ഞു. അശുതോഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, അവർക്കൊക്കെ അപ്പോൾ ഇതൊക്കെ അവർക്ക് സാധിക്കും. നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് വരുന്നൊരു ജനറേഷൻ പ്ലേയേഴ്സ് ഒന്നും. അപ്പോൾ അവരാണ് ശരിക്കും IPLൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റും തരുന്നത്. ഇപ്പം നമ്മളാരെങ്കിലും ഈ കഴിഞ്ഞ മത്സരം ഡൽഹിയെ ജയിപ്പിച്ച അശുതോഷ് ശർമ്മയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എത്ര വിദഗ്ധമായിട്ടാണ് ആ ചേസ് മാനേജർ ജയിപ്പിച്ചത്, ഇല്ലേ? അപ്പോൾ
അപ്പോൾ ദാറ്റ് വാസ് ബ്രില്യൻ ബാറ്റിംഗ്. ഡൽഹി തോറ്റ മത്സരമായിരുന്നു, അതിൽ നിന്ന് കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ സാധിച്ചത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉള്ള യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സൈഡുകളും സീനിയേഴ്സിനെ ബെഞ്ച് ചെയ്ത് ഇവർക്ക് അവസരം കൊടുക്കും. വലിയ സീനിയർ താരങ്ങളെ ബെഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലക്നൗ മേ ബി നെക്സ്റ്റ് ഗെയിം ഒരു മാർക്രമിനെ ബെഞ്ച് ചെയ്തിട്ട് ഒരു പക്ഷെ ഒരു പുതിയ യങ്സ്റ്റർ വന്നേക്കാം എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഒരുപാട് ടീമുകൾ അത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കളിയിൽ കാണാൻ സീഷാൻ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഗെറ്റിംഗ് വിക്കറ്റ് ഓഫ് ഈ പറഞ്ഞ ഡ്യൂപ്ലസി അല്ലെങ്കിൽ അഭിഷേക് പൊറൽ, രാഹുലിനൊക്കെ വിക്കറ്റ് എടുക്കുന്നുണ്ട് അവർ, ജേക്ക് ഫ്രൈസിനൊക്കെ. അപ്പോൾ ഈ പൊതുവെ മലയാളികൾക്ക് കുറച്ചുകൂടെ ഒരു ഓപ്പൺ ഫോർ ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. ലൈക്ക് കേരള പ്രീമിയർ ലീഗുകൾ പല നാട്ടിലുണ്ട്. ഇപ്പോൾ ഡൽഹി പ്രീമിയർ ലീഗ്, TNPL, കർണാടക പ്രീമിയർ ലീഗ്. ഇപ്പോൾ ആ ലീഗ്സിനും കുറച്ചുകൂടെ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആയല്ലോ ഉണ്ട്. കാരണം അവിടെ വലിയ ടാലന്റ് പൂളാണ് കാണുന്നത്. ഇപ്പോൾ വിഘ്നേഷ് എന്തുകൊണ്ടാണ് വന്നത്? അല്ലെങ്കിൽ നമ്മൾ രഞ്ജി ട്രോഫി അല്ലെങ്കിൽ മുഷ്ടാഖ് അലി ട്രോഫി അത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റേറ്റ് വൈസ് പ്രീമിയർ ലീഗ് തമിഴ്നാടാണ് തുടങ്ങിയത്. അപ്പോൾ അത് കേരളത്തിൽ വരെ എത്തി. കാരണം കേരളം ഒരിക്കലും ഒരു ഹൈ പ്രൊഫൈൽ സംസ്ഥാനമല്ല. കേരളത്തിൽ വരെ നടത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ടാലൻറ്റ് സ്പോർട്സിന് കാണാൻ പറ്റുന്നു, കളിക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒരു ഫസ്റ്റ് ക്ലാസ് കയറി കളിക്കാത്ത ഒരാളെ കൊണ്ടുപോകുന്നു, സൗത്ത് ആഫ്രിക്കയിൽ ട്രെയിനിങ് അയക്കുന്നു, ഇമ്പാക്ട് സബായിട്ട് കളിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നേരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം ടീം ഉടമകൾക്കുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഇവർ ഉയരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ കളിക്കാരെ കൂടുതൽ ബ്ലഡ് ചെയ്യുന്നത്. കാരണം അവരുടെ നിന്നുള്ള അവരെ ബ്ലഡ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ചെയ്യുന്നില്ല. കാരണം ഇവരെല്ലാവരും അൾട്ടിമേറ്റ്ലി കളി ജയിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഇവർക്ക് അത് ജയിപ്പിക്കാനുള്ള എക്സ് ഫാക്ടർ ഉണ്ട്, ആ ധൈര്യമുണ്ട്. അത് തന്നെ പകുതി ഒരു ആത്മവിശ്വാസം ധൈര്യമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ തന്നെ ജയിക്കാൻ പറ്റും. പിന്നെ ഇവരെല്ലാവരും ദർ ഓൾ ബ്രില്യൻ ഫീൽഡേഴ്സ്. നമ്മളിപ്പോൾ ചെന്നൈയെ പറ്റി പറയുമ്പോൾ പറയണം, ചെന്നൈ ഈ വർഷം ഡ്രോപ്പ് ചെയ്ത അത്രയും ക്യാച്ചുകൾ ഇപ്പോൾ ആദ്യത്തെ 3 വർഷങ്ങൾ നമ്മൾ കാണുന്നത് പൊതുവെ ഏറ്റവും റിലയബിൾ ആയിട്ടാണ്. ചെന്നൈ. ഇപ്പോൾ പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് അവരുടെ ഫീൽഡിംഗ് ലെവൽ ഫിറ്റ്നസ് ഒരു വേറൊരു ലെവലിലാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ടീംസ് ആർ ടേക്കിംഗ് എ കാൽക്കുലേറ്റഡ് ഗാമ്പിൾ. പക്ഷേ അതിനുള്ള റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഈ ഫസ്റ്റ് റൗണ്ടിൽ സാറിനായിട്ട് ഇംപ്രസ് ചെയ്ത ഒരു 3 പ്ലേയേഴ്സിനെ പറയാൻ ഞാനെപ്പോഴും ആദ്യം തന്നെ പറയാം, വിഘ്നേഷ് പുത്തൂരാണ് ആദ്യത്തെ. പിന്നെ ബാറ്റിംഗ് ഫോമിൽ നിതീഷ് റാണ ആൻഡ് നിക്കോളാസ് പ്യൂറൻ, ദേ ഹാവ് ബീൻ എക്സെപ്ഷണലി ഗുഡ്, യാതൊരു സംശയമില്ല. ഐ വാസ് ഇംപ്രസ്ഡ് ബൈ പ്രിൻസ് യാദവ് അഗെയിൻ. മയാങ്ക് യാദവിനെ പറ്റി കേട്ടിട്ടുണ്ട്, മയാങ്ക് യാദവ് വരും ഇതാണ്. പക്ഷേ പ്രിൻസ് യാദവ് ഹാസ് ബീൻ വെരി ഇംപ്രസീവ്. നല്ല സ്പീഡ് ക്ലോക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹി പ്രീമിയർ ലീഗിൽ കളിച്ചിട്ട് വന്നൊരു പയ്യനാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിട്ട് വന്നിട്ട് ചെയ്യുന്നൊരിതാണ്. ഇവരാണ് ഐ വുഡ് സേ ദീസ് ആർ ദി പ്ലേയേഴ്സ്. ഫോറിനേഴ്സിന് വരികയാണെങ്കിൽ ജോഫ്ര ആർച്ചർ ഒരു വിക്കറ്റ് മേറ്റിന്. കാരണം ആദ്യത്തെ മത്സരങ്ങളിൽ 4 ഓവറിൽ 76 റൺ വരെ പോയ, പക്ഷെ എന്നിട്ടും ആ ട്രസ്റ്റ് വെച്ചുകൊണ്ട് വന്നിട്ട് ഒരു വിക്കറ്റ് മേറ്റിന് ഈസ് ഓൾവേസ് എ ഹ്യൂജ് സ്പെഷ്യലായിട്ടൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ പറ്റും. രച്ചിൻ രവീന്ദ്ര ഇംപ്രസ്ഡ് ഇൻ ഫസ്റ്റ് മാച്ച്, പക്ഷേ അത് കഴിഞ്ഞിട്ട് 0 ആയിട്ട് പോയി. വേറെ ആരായിരുന്നു ഫോറിൻ പ്ലേയേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്? മിച്ചൽ മാർഷ് പ്ലേറ്റ്. ഈ മാർഷ് എപ്പോഴും ഒരു കാരണം ഈ നമ്മൾ പറയും ബോൾ ചെയ്യാത്ത മാർഷ് എങ്ങനെയായിരിക്കും ടീമിന് എഫക്റ്റീവ് ആവുക. ഈ മാർഷ് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഇന്റർനാഷണൽ വാട്ട് ഇഫ് മാർഷിന് ഇഞ്ചുറീസ് ഇല്ലായിരുന്നെങ്കിൽ എന്നെപ്പോഴും ആളുകൾ പറയാറുണ്ട്. കാരണം മാർഷ് ഇഞ്ചുറി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷോൺ മാർഷിനേക്കാളും മുകളിൽ പോകേണ്ട ഒരു അനിയനായിരുന്നു എപ്പോഴും. ശരിയാണ്, ദാറ്റ്സ് ട്രൂ. പക്ഷേ IPL എപ്പോഴും ഒരു നല്ല പെർഫോമറാണ്. ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് ഹി ഹാസ് പെർഫോംഡ് വെൽ. ക്ലാസൻ ഈസ് അണ്ടർ പ്ലെയേഴ്സ്. ട്രാവിസ് ഹെഡ് അത്ര എത്തിയിട്ടില്ല, ബട്ട് ഹി ഹാസ് ബീൻ പെർഫോം. കാരണം ഒരു ഏറ്റവും അധികം ഫോറിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സൺറൈസർ. അവരുടെ പെർഫോമൻസ് ഇതുവരെ അങ്ങോട്ടൊരു ഈവൻ കീഴിൽ എത്തിയിട്ടില്ല. വേറെ എക്സലൻസ് അങ്കിത് വർമ്മ വെരി വെൽ, നല്ല ഇന്നിങ്സാണ് കളിച്ചത്. പക്ഷെ അവിടെ ആ സ്റ്റാർക്കിൻ്റെ സ്റ്റാർക്ക് പറയട്ടെ, ഏറ്റവും നല്ല പെർഫോമൻസ് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും 5 വിക്കറ്റ് എടുത്തിട്ട് പെർഫോമൻസ് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ആ ടോപ്പ് ഓർഡർ അങ്ങോട്ട് നേരെ ക്ലീൻ ചെയ്തിട്ടല്ലേ വന്നേ. അത് കഴിഞ്ഞ് വന്നിട്ട് 4 ഓവറിൽ 5 വിക്കറ്റ് എടുക്കാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഓവറോൾ ഡോമിനൻസ് കാണിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണ് അതിൽ കണ്ടത്. അതും പാറ്റ് കമൻസിൽ ഇരിയാണ് സൈഡിനെതിരെ ആയിരുന്നു എന്നുള്ളത്. അത് കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും. ബിഫോർ കൺക്ലൂഡ് നമ്മൾ KKR കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം KKR ഒരു തുടക്കം കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷേ ഇവന്തോ KKR ആ ഫാക്ടറികൾ കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സംശയമാണ്. നമ്മളിപ്പോൾ മുമ്പായിട്ട് അവർ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മാച്ചസ് കളിക്കാൻ പോകുന്നുള്ളൂ അവരിനെ തുടർന്ന്. ശരിക്കും അവരുടെ ഒരു സിനാറിയോ, അവരുടെ ഒരു വേ ഓഫ് പ്ലാനും ഭയങ്കര വ്യത്യാസമാണ്. പുതിയ ക്യാപ്റ്റൻ, പുതിയ ടീം, മൊത്തത്തിൽ കൊൽക്കത്ത അപ്രോച്ചും ഭയങ്കര അധികം ഇതാണ്. കാരണം RCB ആയിട്ട് അവർ തോറ്റു ഫസ്റ്റ് ഗെയിം. എങ്ങനെയായിരിക്കും അവരും കുറച്ചുകൂടെ
ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഓൺ 2 ബൗളേഴ്സ് ഉണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ വരുന്നു. വരുൺ ചക്രവർത്തിയാണ് അവിടെ അവർ തന്നെ പറഞ്ഞു, വരുണീഷ് ചക്രവർത്തി എന്നുള്ളൊരു പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പിൻ ഡിപ്പെൻഡൻസ്, പിന്നെ സുനിൽ നരൈൻ, ഈ ഒരു മിനി ചെന്നൈ ഫാക്ടർ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ടു മച്ച് ഓഫ് ഓൾഡ് ബ്ലഡ്, ലാക്ക് ഓഫ് ന്യൂ ഐഡിയാസ്. ആ ഒരു ആദ്യത്തെ മത്സരങ്ങളിൽ അങ്ങനെ ഒരു ഇതാണ് വന്നത്. ഇപ്പം ചെന്നൈയുടെ ഒരു വുഡൻ അപ്രോച്ച് എന്ന് നമ്മൾ പറയില്ലേ, ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ, ഒരു സ്പാർക്ക് ഇല്ലാത്ത അപ്രോച്ച്, അതുണ്ടോ എന്നുള്ള സംശയം. പക്ഷേ തുടക്കമായിട്ടുള്ളൂ. ഞാനിപ്പോഴും പറയുന്നു, റഹാനെ പണ്ടിട്ട് ഒരു ഭയങ്കര ടീം ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാനിപ്പോഴും ബാക്ക് ചെയ്യുന്നൊരിതാണ്. കാരണം ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് കൊണ്ടുവരാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു, പ്ലെയേഴ്സ് ഇൻസ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു കോച്ചാണ് പണ്ടിട്ട്. അതുമാതിരി തന്നെ വളരെ അണ്ടർസ്റ്റേറ്റഡ് ആയിട്ട്, എന്നാൽ വളരെ ഷാർപ്പ് ഡിസിഷൻസ് എടുക്കാൻ കഴിവുള്ള ഒരു ക്യാപ്റ്റനാണ് റഹാനെ. ഇവരെ നമുക്ക് ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ട മത്സരങ്ങളിൽ അവരൊരു കുറച്ചൊരു ലേറ്റ് ഇതായിരുന്നു, സ്ലോ ആയിരുന്നു, ഒരു ഉടൻ അപ്രോച്ച് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ റോയൽസിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം ഫസ്റ്റ് 3 കളി സഞ്ജു ഉണ്ടായിരുന്നില്ല, 2 കളി തോറ്റു, 1 കളി ജയിച്ചു. ഈ സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോഴും ടീമിന് മൊത്തത്തിലൊരു അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ ചഹലിൻ്റെ ഏറ്റവും ആവറേജ് ടൈമിലാണ് രാജസ്ഥാനിലേക്ക് വരുന്നതും ചഹൽ വീണ്ടും ചഹൽ പ്രൈമിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മാച്ചിൽ ചഹൽ അത്ര കാര്യമായി ഇമ്പ്രസീവ് ആയിരുന്നില്ല പഞ്ചാബിൽ. ഈ ചഹലിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജുവിൻ്റെ ഐഡിയാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നീട് പലരും പറഞ്ഞേക്കാറുണ്ട്. സാറിന് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടോ? സഞ്ജു തീർച്ചയായിട്ടും ഒരു ഏതൊരു ബോളറിൻ്റെയും സ്ട്രെങ്ത് ക്യാപ്റ്റനുള്ള കോൺഫിഡൻസ് ആണ്. കാരണം ആ ഒരു ക്യാപ്റ്റന് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ബോളർ നന്നായി ചെയ്യും. നമ്മൾ പണ്ട് തൊട്ടേ നോക്കുകയാണെങ്കിൽ പ്രസന്ന പട്ടോടി ക്യാപ്റ്റനായിരുന്നു, വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് തന്നെ. അപ്പോൾ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, ക്യാപ്റ്റന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ഓവർ മോശമായിട്ട് മാറ്റില്ല, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ. അപ്പോൾ സഞ്ജുവിന് കുഡ് എക്സ്ട്രാക്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ചഹൽ. അതാണ് ചഹലിൻ്റെ രണ്ടാമത്തെ ടച്ച് വരേണ്ടി വരുന്നത്. അപ്പോൾ അതുപോലെ സഞ്ജു ഇസ് എ വെരി എക്സ്പീരിയൻസ് ക്യാപ്റ്റൻ. എന്തൊക്കെ നമ്മൾ സ്ട്രാറ്റജി പ്ലാനിലും ക്രിക്കറ്റിലെ ഫീൽഡിലെ ചേഞ്ച് വരുന്നതിൻ്റെ ക്യാപ്റ്റനൊരു ഇതുണ്ട്. റിയാൻ പരാഗിന് പറ്റിയത് ഈ ഹൈദരാബാദായിട്ടുള്ള ഗെയിമിൽ. അതെ, അതൊരു ഭയങ്കര ഒരു ഇതുണ്ട്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു തീരുമാനം എടുത്താൽ കളിയുടെ ഗതി തന്നെ മാറ്റാൻ സാധിച്ചത്. നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിൾ ധോണി ചോഗേന്ദ്ര ശർമ്മയെ കൊണ്ടുവന്നു. ആരും വിചാരിക്കാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ വെച്ച് കൊണ്ടുവന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് സഞ്ജുവിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു ക്യാപ്റ്റനായിട്ട് മടങ്ങി വരുമ്പോഴത്തേക്കും ഇമ്പാക്ട് സബായിട്ട് 1 റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിരിക്കെ തന്നെ പറയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ പെർഫോമൻസ് ഇല്ല. ചെന്നൈയായിട്ട് അവർ ജയിച്ചു. ആ ആദ്യത്തെ 2 മത്സരങ്ങൾ അത്ര ഇമ്പ്രസീവ് ആയിരുന്നു. അവർക്ക് ആ ഓപ്ഷനിൽ പറ്റിയെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ആ ഒരു ഫ്ലോസ് അവരുടെ ഗെയിം പ്ലാനിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് പരിഹരിക്കേണ്ടി വരും. ഈ ഹസരംഗ തീക്ഷ്ണ കോംബോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തുഷാർ ദേശ്പാണ്ഡെ ഇവരെല്ലാവരും പൊതുവെ റൺസ് വഴങ്ങുന്ന ബോളേഴ്സ്. സഞ്ജു ക്യാൻ, അല്ലെങ്കിൽ ആ റൺ ഫ്ലോ തടയാൻ സഞ്ജുവിന് പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ആൻഡ് അവർക്ക് വേണ്ട ആ എക്സ് ഫാക്ടറിൽ ഇപ്പോൾ സന്ദീപ് ശർമ്മയുടെ ഒരു വണ്ടർ ഓവേഴ്സ് പോലത്തെ ഓവേഴ്സുകൾ വേണം. അതും ഈ പറഞ്ഞ മുന്നോട്ടുള്ളവർ മൊത്തം ജേണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊയിൻ അലി, വരുൺ ചക്രവർത്തി, അല്ലെങ്കിൽ നൂർ, അശ്വിൻ, അതുപോലൊരു കോമ്പിനേഷൻ ആയിട്ട് ശ്രീലങ്കൻ സ്പിൻ ട്വിൻസിന് വരാൻ പറ്റുമോ? അതിന് സഞ്ജുവിന് മോൾഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ സംഭവിച്ചു. അത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ പ്രാവശ്യം സഞ്ജു ആദ്യത്തെ 3 മത്സരം കളിക്കാത്തതുകൊണ്ട് ക്യാപ്റ്റൻസി കൊണ്ട് എന്ത് വ്യത്യാസം വരുത്തും എന്നുള്ളൊരു അസസ്മെന്റ് കൂടി നമുക്ക് ഇപ്പോൾ വരുത്താൻ സാധിച്ചേക്കും. അതിനുള്ളൊരു അവസരം കിട്ടും. കാരണം ടീം മാറുന്നില്ല, സഞ്ജുവും ബാറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ പ്രസൻസ് ഓൺ ദ ഫീൽഡ് അതൊരു വലിയൊരു വ്യത്യാസം വരുത്താൻ സാധിച്ചേക്കും. അതിനുള്ളത് നോക്കാം, അടുത്ത മത്സരങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.